ഇന്നലെ സൺഡേ ആയിരുന്നില്ല, അപ്പോൾ എല്ലാവർക്കും ചിക്കനും അതും ഇതൊക്കെ കഴിച്ചിട്ട് ആർക്കും വലിയ നോട്ടമില്ല കറികളൊന്നും. അപ്പോൾ ഒരു പരിപ്പ് കറി ഉണ്ടാക്കാനാണ്. അപ്പോൾ ഞങ്ങളിവിടെ തൃശ്ശൂർക്കാർ പരിപ്പ് കുത്തിപ്പൊടിച്ച് കാച്ചാന്ന് പറയും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഗ്ലാസ് പരിപ്പ് എടുത്തിട്ടുണ്ട്. അത് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത് നമുക്ക് വേവിച്ചെടുക്കാം. വേവിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഞാനതൊരു വേറെ പാത്രത്തിലാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചട്ടി വെച്ചിട്ട് അതിൽ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. കാരണം ഈ കറിക്ക് വെളിച്ചെണ്ണ മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ. നന്നായി ചുവന്നുള്ളി വെളുത്തുള്ളി ഇടുന്നത്, അതിൻ്റെ 2 മണമാണ് മുന്നിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഒരു 30 ചുവന്നുള്ളി ഞാൻ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വലിയ കുടം വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും നന്നായി മൊരിഞ്ഞ് വരണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അവിടെ പരിപ്പ് കറി എന്ന് പറയുമ്പോൾ നമ്മൾ തൃശ്ശൂർക്കാർ അധികം ഉണ്ടാക്കുന്നത് ഇങ്ങനെ തക്കാളി ഒന്നും ചേർക്കില്ല അതിൽ. എന്നിട്ട് ഇതിങ്ങനെ നെയ്യിലുണ്ടാക്കാം കേട്ടോ. ഞാനിപ്പോൾ നല്ല വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്, ആട്ടിക്കൊണ്ടുവന്ന വെളിച്ചെണ്ണ. അപ്പോൾ അതായി വന്നപ്പോൾ ഞാൻ അതിൽ നല്ലോണം കറിവേപ്പില ഇട്ട് കൊടുക്കണം. കറിവേപ്പിലയുടെ മണവും വെളുത്തുള്ളിയുടെ മണം, ഈ ചുവന്നുള്ളിയുടെ മണമാണ് ഈ കറിയുടെ ഹൈലൈറ്റ്. അപ്പോൾ ഒരു സിമ്പിൾ കറിയാണെങ്കിലും ഇത് മതി നമുക്ക് ഉപയോഗിക്കാനായിട്ട്. ചപ്പാത്തിക്കും ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ ചേർക്കുക വറ്റൽമുളക് ചതച്ചതാണ്, നമ്മുടെ മുളക് പൊടിയല്ല. വറ്റൽമുളക് ചതച്ചതാണ് ഈ കറിക്ക് ചേർക്കാൻ പാടുള്ളൂ. വെളിച്ചെണ്ണ, വറ്റൽമുളക് ചതച്ചത്, വെളുത്തുള്ളി, ചുവന്നുള്ളി, അതാണ് ഇതിൻ്റെ പ്രധാനം. അല്ലാണ്ട് വലിയ കറിയൊന്നും അല്ല അത്. പക്ഷേ ഭയങ്കര ടേസ്റ്റായ കറിയാണ്. നിങ്ങളൊരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം. അപ്പോൾ തൃശ്ശൂർക്കാർക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു കറിയാണ് പരിപ്പ് കറി ഇത്. അപ്പോൾ നമ്മളിതിലേക്ക് ഒഴിക്കുന്നത് ഇത് 1 മിനിറ്റ് അടച്ചൊക്കെ വയ്ക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല. ഇത് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് കാണിച്ചു തരുന്നത്. ഇതാണ് നമ്മുടെ തൃശ്ശൂർക്കാരുടെ കുത്തിപ്പൊടിച്ച് കാച്ചിയ പരിപ്പ് കറി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു വട്ടമെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റായിട്ടുള്ളൊരു കറിയാണ്. വെളിച്ചെണ്ണയൊക്കെ ഒത്തിരി മുന്നിട്ട് നിൽക്കണം. വെളുത്തുള്ളി വേണം, ചുവന്നുള്ളി വേണം, വറ്റൽമുളക് ചതച്ചത് വേണം. അത് മസ്റ്റാണ്. എന്നാലേ കറി ശരിക്കും കുത്തിപ്പൊടിച്ച് കാച്ചാന്നുള്ള പ്രയോഗമാണ്. നമ്മൾ ചതക്കിയാണ് വേണ്ട കേട്ടോ. ഉള്ളിയൊക്കെ ഞാനിപ്പോൾ അരിഞ്ഞിട്ടുള്ളൂ. ഓക്കെ, താങ്ക് യു.